ഹലോ, നമസ്കാരം. എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ഇടുക. അങ്ങനെ നമ്മൾ കലിപ്പൻ ചെക്കനോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് വല്ലാത്ത ടെൻഷനുണ്ട്, എന്താണ് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലേ? അപ്പോൾ കലിപ്പൻ ചെക്കൻ പറഞ്ഞു ഡോക്ടറോട്, സാർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റിയത് കൊണ്ട് അവൾ കുറച്ച് ഭക്ഷണം കഴിക്കൽ കുറച്ച് കുറവാണ്, അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ, അവൾ വീട്ടിലില്ല, അങ്ങനെ എൻ്റെ സ്റ്റാഫാണ്, അത്രയധികം കെയർ കൊടുക്കുമ്പോൾ ഡോക്ടറും ശ്രദ്ധിക്കില്ലേ, ആരാ എന്താ എന്നൊക്കെ ചോദിക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അവൻ. പക്ഷേ അവൾക്ക് അതൊന്നുമല്ലായിരുന്നു. കുഞ്ഞുനാളിലത്തെ ഒരുപാട് ഓർമ്മകളും ഉമ്മാനെയും ഉപ്പാനെയും ഓർത്തപ്പോൾ വല്ലാത്ത വിഷമമായി. അതുകൊണ്ട് അവൾക്ക് പനി പിടിച്ചു, അസുഖങ്ങൾ വന്നു. അങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കയറ്റി. അത് കഴിഞ്ഞ് അവൾ ഒന്ന് ഓക്കെ ആയി. അവളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. അവൻ്റെ ഉള്ളിൽ എന്തിനാന്നറിയാത്ത എന്തോ ഒരു നൊമ്പരം അവനെ വല്ലാതെ പൊതിഞ്ഞ പോലെ, വല്ലാതെ വിഷമം വന്ന പോലെ, എന്തൊക്കെയോ ഒരു അസ്വസ്ഥത അവനെ അലട്ടുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ? അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അവൻക്ക് സഹിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു നൊമ്പരം. എന്തിനു പറയണം, ചുരുക്കി പറഞ്ഞാൽ അവൾക്ക് പണി കൊടുക്കാൻ പോയിട്ട് അവനക്കാണ് ശരിക്കും 8ന്റെ പണി കിട്ടിയത്. അടിപൊളി. എന്താ ഇപ്പം ചെയ്യാം? ഇവളെ എന്തായാലും പോട്ടെ, അസുഖമൊക്കെ മാറി വരട്ടെ, എന്നിട്ട് നോക്കാം അടുത്ത പണി കൊടുക്കൽ. ഇപ്പോൾ വല്ലാതെ അവൾ തളർന്ന് ഇരിക്കുകയല്ലേ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ള കാര്യങ്ങളെല്ലാം എന്തായാലും ഇങ്ങനെയൊക്കെ പോകട്ടെ എന്ന് അവൻ മനസ്സിൽ ആലോചിച്ചു. അങ്ങനെ ഇവൾ വീട്ടിൽ എത്തി കഴിഞ്ഞപ്പോൾ ഓഫ്നേജിൽ നിന്ന് കോൾ വന്നിരുന്നു. അവളുടെ വീടിൻ്റെ അടുത്ത് 2 ചേച്ചിമാരും താത്തമാരും ഉണ്ടായിരുന്നു. അവർ സംഭാവനമായിട്ട് ഓഫ്നേജിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ അവളെ അന്വേഷിച്ചു. അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ വീടെടുത്ത് അനിയനും അനിയത്തിയുമായി അവൾ ജീവിക്കുകയാണെന്നും അവൾക്ക് ഇങ്ങനെയൊക്കെ പറ്റി എന്നൊക്കെ അവരറിയുന്നത്. പെട്ടെന്ന് അവളെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം വാങ്ങിച്ചു. അവളെ അടുത്തേക്ക് ഓടിയെത്തി. അവരെല്ലാം വല്ലാത്തൊരു വിഷമത്തിൽ തന്നെ ആയിരുന്നു. എന്തിനു പറയണം, അത്രയും ജീവനായിരുന്നു അവർക്കെല്ലാം. അവളുടെ ഉമ്മാനെയും ഉപ്പാനെയും അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു അവർക്ക്. എല്ലാവരോടും സ്നേഹം, കരുണ, ദയ, അലിവ് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരോടും ചിരിച്ചിട്ടല്ലാതെ മറ്റൊരു മുഖത്തോടു കൂടിയിട്ട് സംസാരിക്കാത്തവരായിരുന്നു അവളുടെ ഉമ്മ ഉപ്പയും. ആ ചുറ്റുഭാഗത്ത് എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ അവരോട് വന്ന് പറഞ്ഞാൽ അത് ഓടിച്ചെന്ന് തീർക്കുന്നത് അവരായിരിക്കും. ജാതി മതം ഒന്നും പ്രശ്നമില്ല അവർക്ക്. അത്രയും സ്നേഹവും കരുതലോടും കൂടിയിട്ടാണ് അവർ നൽകുന്നത്, ഓരോ മനുഷ്യർക്കും നൽകിയിരുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണ് പെട്ടെന്ന് പോയത്. അതുകൊണ്ടാണ് അവർ ഇവളെ കാണാൻ വന്നത്. അത്രയും സ്നേഹത്തോടെ ഉള്ള ആൾക്കാരായിരുന്നു അയൽവാസികളായാലും എല്ലാവരും ചുറ്റുഭാഗത്ത്. പക്ഷേ ഇവൾ മരിച്ചു പോയി എന്നാണ് ആ ഭാഗത്തുള്ളവരോടെല്ലാം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സൂചന. ആരൊക്കെ പുറത്തു പറയുന്നത് കേട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചതാണ്. അപ്പോഴാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിഞ്ഞത്. പക്ഷേ വേറെ ഒരു സംഭവമുണ്ട്. ഇവളുടെ സ്വന്തം ഐഡന്റിറ്റിയോ ഒന്നുമല്ല കൊടുത്തിട്ടുള്ളത്. പിന്നെ അവൾ
നോക്കിയിരുന്ന ഓഫ്നേജിലെ ഒരു താത്താൻ്റെയും ഇക്കാൻ്റെയും അഡ്രസ്സാണ് അവൾ കൊടുത്തിട്ടുള്ളത്. അവളുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും അഡ്രസ്സ് കൊടുത്താൽ അവരെ പിടിക്കപ്പെടും എന്നറിയാം. എന്തിന് പറയണം, പേര് പോലും സ്വന്തമല്ല, അന്യമായ പേര്. എന്തിന്? എല്ലാം അന്യമായ എല്ലാതും. അവൾ വല്ലാത്ത മാനസിക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പാവം പെണ്ണ്. അവളെ സ്നേഹിക്കാനും സഹായിക്കാനും കരുതലോടെ ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല അവൾക്ക്. സ്നേഹത്തോടെ ഒരു വാക്ക് പറയാൻ പോലും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തരണം ചെയ്ത് ജീവിച്ചു കൊണ്ടുവന്നിരുന്നതായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറ്റിയത്. പക്ഷേ വല്ലാത്ത വിഷമമുണ്ട് അവർക്കെല്ലാം ഇവൾക്ക് ഇങ്ങനെ പറ്റിയതിൽ. പക്ഷേ വലുത് വന്ന് ചെറുതായി പോയല്ലോ. എന്തായാലും മോളെ, നീ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമാണ്.